भारत के पासपोर्ट की ताकत बढ़ गई और आज भारत का पासपोर्ट दिखाते ही मुंह पर हंसी आ जाती है। ഇവിടെ മോദിയും ഷായും പറഞ്ഞത് കേട്ടല്ലോ അല്ലേ? ഇന്ത്യയുടെ പാസ്പോർട്ടിന്റെ ശക്തി കുത്തനെ വർദ്ധിച്ചിരിക്കുകയാണ് എന്ന്. ഇതൊക്കെ കേട്ടാണ് മന്ദഭക്തർ ആത്മനിർവൃതി കൊള്ളുന്നത്. എന്നാൽ വാസ്തവം എന്താണ് എന്ന് അറിയണ്ടേ? ഇപ്പോഴത്തെ ഇന്ത്യയുടെ പാസ്പോർട്ടിന്റെ വില കടല പൊതിയുന്ന കടലാസിന്റെ വിലയ്ക്ക് തുല്യമാണ് എന്ന് പറഞ്ഞാൽ അതിശയോക്തിയില്ല. ഈ ഒരു വീഡിയോ കഴിയുന്ന എല്ലാവരും മുഴുവനായും കാണണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഇതിൽ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട വളരെയേറെ യാഥാർത്ഥ്യങ്ങളുണ്ട്. വെറും ഒരു വാർത്ത മാത്രമല്ല. നോൺ ബയോളജിക്കൽ മോദിയുടെ ഇന്ത്യയുടെ പെരുമ്പറ മുഴക്കുന്ന മറ്റൊരു വലിയ കാര്യമാണ് നമ്മൾ ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. നോമാഡ് ക്യാപിറ്റലിസ്റ്റിന്റെ പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ പാസ്പോർട്ടിന്റെ സ്ഥാനം എത്രയാണ് എന്നറിഞ്ഞാൽ ലോകത്ത് മൊത്തം പെരുമ്പറ മുഴക്കുന്ന വിശ്വഗുരുവിന്റെ യാഥാർത്ഥ്യം വ്യക്തമാകും. അത്ര ദയനീയമാണ് ഇതനുസരിച്ച് മോദിയുടെ കീഴിൽ ഇന്ത്യയുടെ പാസ്പോർട്ടിന്റെ വില. ഏതാനും നാളുകൾക്ക് മുൻപാണ് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് പുറത്തു വന്നത്. അതിൽ 2024 അപേക്ഷിച്ച് 5 സ്ഥാനങ്ങൾ ഇടിഞ്ഞ് 81 സ്ഥാനത്താണ് 2025 ഇന്ത്യയുടെ പാസ്പോർട്ടിന്റെ നിലവാരം എത്തിയത്. ക്യൂബയുടെയും ടോഗോയുടെയും മഡഗാസ്കറിന്റെയും സെനഗലിന്റെയും പാസ്പോർട്ടിന്റെ വില ഇന്ത്യൻ പാസ്പോർട്ടിനേക്കാൾ കൂടുതലായിരുന്നു ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ. ഇപ്പോൾ പുതുതായി പുറത്തുവന്ന നോമാഡ് ക്യാപിറ്റലിസ്റ്റ് പാസ്പോർട്ട് ഇൻഡെക്സിൽ 2025 ഇന്ത്യയുടെ സ്ഥാനം 148ആണ്. ഈ 148 സ്ഥാനം ഇന്ത്യ ക്യാമറോസുമായാണ് ഷെയർ ചെയ്യുന്നത്. അത്ര ദയനീയ സ്ഥിതിയിലാണ് ഇന്ത്യയുടെ പാസ്പോർട്ടിന്റെ വില എന്ന് പറഞ്ഞാൽ എവിടെയാണ് മോദി ഇന്ത്യയെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് എന്ന് ചിന്തിക്കാനേ കഴിയുന്നില്ല. മോദിയും ഷായും ഒക്കെ പറയുന്നത് കേട്ട് ഇതാണ് സത്യം എന്ന് മന്ദഭക്തർ 100% വിശ്വസിക്കും എന്നുള്ളതാണ് സത്യം. അത്ര ദയനീയമാണ് അവരുടെ വിവേകവും ചിന്താശക്തിയും. പൊട്ടക്കുളത്തിൽ കിടക്കുന്ന തവളയെ പോലെയാണ് അവർ. ലോകം കണ്ടിട്ടില്ല, ലോകം എങ്ങനെയാണ് എന്ന് അറിയത്തില്ല, മറ്റു രാജ്യങ്ങളിലെ സ്ഥിതി എന്താണ് എന്ന് അറിയില്ല. വാട്സാപ്പിലൂടെ വരുന്ന ഫോർവേഡുകളെല്ലാം വിശ്വസിച്ച് മോദിയുടെ കീഴിൽ ഇന്ത്യ കുതിക്കുകയാണ് എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് അവർ. എന്നാൽ ഡേറ്റ നുണ പറയില്ലല്ലോ. ഇവിടെ കനേഡിയൻ പൗരനായിരുന്ന മോദിക്ക് വേണ്ടി PR വർക്ക് മാത്രം നടത്തുന്ന അക്ഷയ് കുമാർ പറയുന്ന കല്ലുവെച്ച നുണ കേട്ടുകൊള്ളൂ. आज मैं कहता हूँ कि जब हम पासपोर्ट लेके इमिग्रेशन ऑफिस में खड़े होते हैं, when they look at it, I'm talking about being in abroad, they look at it with lot of respect, and they like सीधे उनके मुंह से निकलता है, oh, you come from the country of Modi. ഇന്ന് ഞാൻ പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ പാസ്പോർട്ടുമായി വിദേശ രാജ്യങ്ങളിലെ ഇമിഗ്രേഷൻ ഓഫീസിൽ നിൽക്കുകയാണെങ്കിൽ അവർ ഇന്ത്യൻ പാസ്പോർട്ട് നോക്കിയിട്ട് വളരെ ബഹുമാനത്തോടെ നിങ്ങളുടെ മുഖത്തേക്ക് നോക്കും. എന്നിട്ട് അവരുടെ വായിൽ നിന്ന് നേരെ വരുന്നത്, ഓ, നിങ്ങൾ മോദിയുടെ രാജ്യത്ത് നിന്നുള്ളവനാണ് അല്ലേ? എങ്ങനെയുണ്ട് സുഹൃത്തുക്കളെ? ഇത്തരം വാട്സാപ്പുകളാണ് മന്ദഭക്തരുടെ ഫോണിലേക്ക് ദിനം പ്രതി ചെല്ലുന്നത്. അതിനാൽ അവർ വാസ്തവം അറിയുന്നില്ല. ഇതാണ് ശരി എന്ന് അവർ കണ്ണുമടച്ച് വിശ്വസിക്കും. ഈ കമറോസ് ഈസ്റ്റ് ആഫ്രിക്കയിലെ വളരെ ചെറിയ ഒരു രാജ്യമാണ്. അവരുടെ GDP വെറും 1.35 ബില്യൺ മാത്രമാണ്. ഓർക്കണം, 1.35 ബില്യൺ. അവരുടെ പെർ ക്യാപിറ്റ GDP $1600 താഴെ മാത്രമാണ്. അവരുടെ പാസ്പോർട്ടിന്റെ വിലയാണ് വിശ്വഗുരുവിന്റെ കീഴിൽ ഇന്ത്യയുടെ പാസ്പോർട്ടിന്റെ വില. കഴിഞ്ഞ വർഷം 2024 അല്പം കൂടി മെച്ചപ്പെട്ട റാങ്കിംഗ് ആയിരുന്നു ഇന്ത്യയുടെ പാസ്പോർട്ടിന് ഉണ്ടായിരുന്നത്, 147. അതാണ് മോദി 3ാം പ്രാവശ്യവും അധികാരത്തിൽ തിരിച്ചെത്തിയതിനു ശേഷം 148ലേക്ക് ഇടിഞ്ഞത്. 148ാം സ്ഥാനം പാസ്പോർട്ടിലുള്ള മറ്റൊരു രാജ്യം ഈസ്റ്റ് ആഫ്രിക്കയിലെ ദരിദ്രനാരായണന്മാരുടെ മൊസാംബിക്കാണ്. ഈ മൊസാംബിക്കിന്റെ GDP വെറും 21 ബില്യണിൽ താഴെ മാത്രമാണ്. അദാനിയുടെ മാത്രം ഓഹരി മൂല്യം എടുത്താൽ ഇതിന്റെ 13 ഇരട്ടിയുണ്ട് എന്ന് ഓർക്കണം. അവരുടെ പെർ ക്യാപിറ്റ GDP വെറും $623 ആണ്. അതായത് ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാൻ ഗതിയില്ലാത്ത രാജ്യങ്ങളുടെ പാസ്പോർട്ടിന്റെ നിലവാരത്തിലേക്ക് എത്തിയിരിക്കുകയാണ് നോൺ ബയോളജിക്കൽ ദൈവത്തിന്റെ കീഴിൽ നമ്മുടെ ഇന്ത്യയുടെ പാസ്പോർട്ടിന്റെ വില. ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് കണക്കാക്കുന്നത് എത്ര രാജ്യങ്ങളിലേക്ക് വിസ ഫ്രീ ആയി യാത്ര ചെയ്യാം എന്ന് വെച്ചാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച പാസ്പോർട്ട് റാങ്കിംഗ് ആണ് നോമാഡ് ക്യാപിറ്റലിസ്റ്റ് ഇൻഡെക്സിൻ്റെത്. ഇത് വിസ ഫ്രീ ആയി യാത്ര ചെയ്യാവുന്ന രാജ്യങ്ങളുടെ മാത്രം എണ്ണം വെച്ചല്ല അവർ കണക്കാക്കുന്നത്, ഒരു രാജ്യത്തിന്റെ പാസ്പോർട്ടിന്റെ യഥാർത്ഥ വില. അതായത് നമ്മൾ മറ്റൊരു രാജ്യത്ത് ചെല്ലുമ്പോൾ അവർ നമ്മുടെ പാസ്പോർട്ടിനെ എങ്ങനെ കാണുന്നു എന്നുള്ളത് വെച്ചാണ് ഇത് കണക്കാക്കുന്നത്.
ലോകത്തിൽ ഓരോ രാജ്യങ്ങൾക്കും ഉള്ള സ്വാധീനം എത്രയാണ് എന്ന് ഇതുവഴി വ്യക്തമായി അറിയാൻ കഴിയും. മറ്റു പാസ്പോർട്ട് ഇൻഡെക്സുകളിൽ നിന്ന് വ്യത്യസ്തമായി 5 പ്രധാന കാര്യങ്ങൾ ഉപയോഗിച്ചാണ് ഇത് കണക്കാക്കുന്നത്. എത്ര രാജ്യങ്ങളിലേക്ക് വിസ ഫ്രീ ആയി യാത്ര ചെയ്യാം എന്നുള്ളതിന് 50% വെയിറ്റേജ്, ടാക്സേഷന് 20% വെയിറ്റേജ്, ലോകത്തിൽ ആ രാജ്യത്തെക്കുറിച്ചുള്ള ധാരണ അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ വിലയ്ക്ക് 10% വെയിറ്റേജ്, ഡ്യുവൽ സിറ്റിസൺഷിപ്പിന് 10% വെയിറ്റേജ്, വ്യക്തി സ്വാതന്ത്ര്യത്തിന് 10% വെയിറ്റേജ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു രാജ്യത്തിന് ലോകരാജ്യങ്ങളുടെ ഇടയിൽ എത്ര വിലയുണ്ട് എന്ന് വ്യക്തമായി കാണിക്കുന്നതാണ് നോമാഡ് ക്യാപിറ്റലിസ്റ്റ് പാസ്പോർട്ട് ഇൻഡെക്സ്. അപ്പോൾ മോദിയുടെ കീഴിൽ ഇന്ത്യയുടെ വില എത്രയാണ് എന്ന് മനസ്സിലായല്ലോ. പട്ടിണിയും പരിവട്ടവും ഉടുതുണിയും പോലുമില്ലാത്ത രാജ്യങ്ങളെ പോലെയുള്ള പാസ്പോർട്ടിന്റെ വിലയാണ് ഇന്ത്യക്കുള്ളത് എന്ന് സാരം. ഈ ഇൻഡെക്സിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് അയർലൻഡിന്റെ പാസ്പോർട്ടാണ്. ഇനി ഇവിടെ മറ്റൊരു മോദി പ്രൊപ്പഗാൻഡിസ്റ്റായ പാൽക്കി ശർമ്മ എന്ന ഗോദി മീഡിയ ജേർണലിസ്റ്റ് പറയുന്നത് കേട്ടുകൊള്ളൂ. Let me also tell you what I saw at the airport here in London, at the immigration counter. I saw Indians proudly flaunting their passport, none of the fidgeting or self-doubt of the last century. And if I may add, the immigration officer almost looked impressed. She was either a fan of India or just worried that she was holding up one of Rishi Sunak's relatives. ഞാൻ ഇവിടെ ലണ്ടനിലെ എയർപോർട്ടിൽ കണ്ടത് എന്താണെന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. അവിടുത്തെ ഇമിഗ്രേഷൻ കൗണ്ടറിൽ കണ്ടത്. ഞാൻ കണ്ടത് ഇന്ത്യക്കാർ വളരെ അഭിമാനത്തോടെ അവരുടെ പാസ്പോർട്ട് എടുത്തു വീശുന്നതാണ്. കഴിഞ്ഞ നൂറ്റാണ്ടിലെ പോലെ ശങ്കിച്ചും പേടിച്ചും വിറച്ചും ഇന്ത്യൻ പാസ്പോർട്ട് പിടിച്ചു നിൽക്കുന്നതല്ല. ഞാൻ ഇതുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ലണ്ടനിലെ ആ ഇമിഗ്രേഷൻ ഓഫീസിൽ ഇരുന്ന ഇമിഗ്രേഷൻ ഓഫീസർ ഇന്ത്യയുടെ പാസ്പോർട്ട് കണ്ട് വളരെ ഇംപ്രസ്ഡ് ആയി. അവർ ഒന്നല്ലെങ്കിൽ ഇന്ത്യയുടെ ഫാനാണ്, അല്ലെങ്കിൽ ഞാൻ ഋഷി സുനാക്കിന്റെ ബന്ധുവാണെന്ന് വിചാരിച്ചിരിക്കും. എങ്ങനെയുണ്ട് സുഹൃത്തുക്കളെ? ഇങ്ങനെയാണ് കഴിഞ്ഞ 10 വർഷങ്ങളായി തലച്ചോറില്ലാത്ത മന്ദഭക്തരെ മോദിയും കൂട്ടരും വാട്സാപ്പിലൂടെ ബ്രെയിൻ വാഷ് ചെയ്തത്. ആയിരക്കണക്കിന് പ്രൊപ്പഗാൻഡ വീഡിയോകൾ ഡെയിലി അവരുടെ വാട്സാപ്പിലേക്ക് അയച്ചു കൊടുക്കും. ഇതെല്ലാം കണ്ട് ഇതാണ് ഭൂലോകം എന്ന് വിചാരിച്ച് അവർ മണ്ടന്മാരായി തുടർന്നുകൊണ്ടിരിക്കും. അങ്ങനെ മണ്ടന്മാരായി തുടർന്നുകൊണ്ടിരിക്കുന്നവരാണ് ഇന്ത്യയുടെ ഈ അധപതനത്തിന് കാരണം. മോദിയും കൂട്ടരും പടച്ചുവിടുന്ന ഫേക്ക് ന്യൂസുകൾ കണ്ട് വിശ്വസിച്ച് തലച്ചോറ് മരവിച്ച ഭക്തരോട് ഞാൻ അപേക്ഷിക്കുകയാണ്. നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടത്, ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ശരിയല്ല എന്നാണോ വിശ്വസിക്കുന്നത്? ലോകത്തിലെ ഏറ്റവും വിശ്വസനീയമായ ഏജൻസികൾ പുറത്തുവിടുന്ന വസ്തുനിഷ്ഠമായ റാങ്കിങ്ങുകൾ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് അത് സോറോസും അമേരിക്കയും ചൈനയും ഒക്കെ ചേർന്ന് കുതിച്ചുകൊണ്ടിരിക്കുന്ന മോദിയുടെ ഇന്ത്യക്കെതിരെ ഗൂഢാലോചന നടത്തുന്നതാണെന്ന് നിങ്ങൾ ശരിക്കും വിശ്വസിക്കുന്നുണ്ടോ? മോദിയുടെ കീഴിൽ ഇന്ത്യ കുതിക്കുകയാണെന്ന് നിങ്ങൾ ശരിക്കും വിശ്വസിക്കുന്നുണ്ടോ? കഴിഞ്ഞ 10 വർഷങ്ങളിൽ മോദി ഭരണത്തിന് കീഴിൽ ലോകത്ത് ഇന്ത്യക്കുള്ള വില കൂടിയെന്നാണോ നിങ്ങൾ ശരിക്കും വിശ്വസിക്കുന്നത്? വാട്സാപ്പിലൂടെ വരുന്ന ഫോർവേഡുകൾ നിങ്ങൾ കണ്ണുമടച്ച് വിശ്വസിക്കുകയാണോ ചെയ്യുന്നത്? നിങ്ങൾ എപ്പോഴെങ്കിലും ഇത് ശരിയാണോ, ഇങ്ങനെയൊക്കെയാണോ യാഥാർത്ഥ്യം എന്ന് ചിന്തിക്കാൻ തയ്യാറായിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇന്നു മുതൽ നിങ്ങൾക്ക് ഒരു തീരുമാനമെടുക്കാൻ സാധിക്കുമോ? വാട്സാപ്പിലൂടെ വരുന്ന ഫോർവേഡുകൾ ഇനി മുതൽ ഞാൻ കണ്ണുമടച്ച് വിശ്വസിക്കുകയില്ല. ഞാൻ കണ്ണു തുറന്ന് ചുറ്റുപാടും നോക്കുമ്പോൾ എന്താണ് കാണുന്നതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും എന്ന് നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ കഴിയുമോ? സത്യവും ഫേക്കും ഇനി മുതൽ ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കുമെന്ന് നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാമോ? ശ്രമിച്ചു നോക്കൂ സുഹൃത്തുക്കളെ. നിങ്ങൾ വിചാരിക്കാതെ ലോകത്ത് ആർക്കും നിങ്ങളെ വിവേകമുള്ളവർ ആക്കാൻ സാധിക്കുകയില്ല. നന്നാകണം, വിവേകമുള്ളവർ ആകണമെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നന്നാകാൻ സാധിക്കൂ. അതുകൊണ്ടാണ് എന്നെ കാണുന്ന മോദി ഭക്തരിൽ കുറച്ചെങ്കിലും പേർ ഇനിയെങ്കിലും റാഷണലായി ചിന്തിക്കുമെന്നും സത്യവും മിഥ്യയും തിരിച്ചറിയാൻ ശ്രമിക്കുമെന്നും ഞാൻ വിശ്വസിച്ചോട്ടെ. അല്ലെങ്കിൽ ഇന്ത്യ എന്ന രാജ്യത്തിന്റെ അവസ്ഥ ഒരിക്കലും തിരിച്ചു വരാനാവാത്ത ഒരു നിലയിൽ എത്തിച്ചേരും. ഇപ്പോൾ തന്നെ വളരെ താമസിച്ചിരിക്കുന്നു. ഇനിയും താമസിക്കരുത്. നമ്മുടെ രാജ്യത്തിന്റെ യഥാർത്ഥ അവസ്ഥയാണ് ഇത്. നമ്മുടെ രാജ്യത്തിന്റെ യഥാർത്ഥ വിലയാണ് ഇത്. ഇതിന് ഒരേ ഒരു കാരണം മോദി മാത്രമാണ്. നിങ്ങൾ ഇത് വിശ്വസിക്കേണ്ട. പക്ഷെ ഇത് ശരിയാണോ തെറ്റാണോ എന്ന് സ്വയം റിസർച്ച് ചെയ്ത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ശരിയാണ് എന്ന് കണ്ടാൽ ഇനിയെങ്കിലും നിങ്ങളുടെ മതവിദ്വേഷം മാറ്റിവെച്ച് ഒന്ന് ഇരുന്ന് ചിന്തിക്കുക.